നമുക്ക് അറിയാവുന്ന പോലെ ജൂലൈ 4 ലോക ചക്ക ദിനമാണ്, വേൾഡ് ജാക്ക് ഫ്രൂട്ട് ഡേ. കേരളീയന് ചക്ക എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു വികാരമാണ്. കേരളം ഒട്ടാകെ നടന്ന് ചക്ക എന്താണെന്നും ചക്ക എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നും അങ്ങനെ പറഞ്ഞ് ഒരുപാട് ചക്ക പ്രോസസ്സേഴ്സ് ചെറുതായിട്ടുള്ള ആളും വലുതായിട്ടുള്ള ആളുമൊക്കെ അതിനുശേഷം മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. നമുക്ക് കേരളം ഒട്ടാകെ എല്ലാ പഞ്ചായത്തിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമസ്കാരം. ജൂലൈ 4 ലോക ചക്ക ദിനമാണ്. ഇന്ന് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ചക്ക എങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ആഘോഷിക്കുകയാണ് ഒരു കൂട്ടം ചക്കപ്രേമികൾ. വിപിൻ ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു ആഘോഷം നടത്താനുള്ള കാരണം? ജൂലൈ 4 നമുക്ക് അറിയാവുന്ന പോലെ ജൂലൈ 4 ലോക ചക്ക ദിനമാണ്, വേൾഡ് ജാക്ക് ഫ്രൂട്ട് ഡേ. അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ചക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ ഈ ലോക്കലി പരിചയപ്പെടുത്തുന്നത് അനിലേട്ടനാണ്. അനിലേട്ടൻ 2017 മുതൽ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളി ഇന്ന് ചാലക്കുടിയിൽ ഒരു 3 ദിവസത്തെ ചക്കയുടെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെമിനാറായിട്ടൊക്കെ അതുകൊണ്ടാണ് പുള്ളി എത്താതിരുന്നത്. ഞങ്ങൾ 2017 കഴിഞ്ഞിട്ട് ഞാനൊക്കെ ആക്റ്റീവായിട്ട് വന്നത് കൊറോണ പീരീഡിലാണ്. ആ പീരീഡിൽ ഞങ്ങൾ ചക്കക്കൂട്ടത്തിലോട്ട് ഞാൻ എൻട്രി ആയി ഞങ്ങൾ ഒരു 6-7 പേര് കൂടിയിട്ട് കേരളം ഒട്ടാകെ നടന്ന് ചക്ക എന്താണെന്നും ചക്ക എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നും അങ്ങനെ പറഞ്ഞ് ഒരുപാട് ചക്ക പ്രോസസ്സേഴ്സ് ചെറുതായിട്ടുള്ള ആളും വലുതായിട്ടുള്ള ആളുമൊക്കെ അതിനുശേഷം മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ചക്ക എന്തായാലും ഒന്ന് സ്റ്റേഡിയത്തിലല്ലേ നടക്കുന്ന ഒരു ഫ്രൂട്ടല്ലേ, ഒന്ന് ആഘോഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഇന്ന് ചക്ക ദിനം അങ്ങോട്ട് ആഘോഷിക്കണം എല്ലാവരും കൂടി. നടക്കാൻ വന്നവരെല്ലാം ചക്ക കഴിച്ചിട്ട് പോവാം. ഇന്ന് പിന്നെ എല്ലാവരും ചക്ക കഴിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാണ്. പിന്നെ ചക്ക കഴിച്ചിട്ട് ഇത്ര ആയി. ഈ ചക്ക നിങ്ങൾ ചക്കക്കൂട്ടം എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പാണ്, എത്രത്തോളം ആളുകളുണ്ട്? ഏതാണ്ട് ഒരു 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. നമുക്ക് കേരളം ഒട്ടാകെ എല്ലാ പഞ്ചായത്തിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അനിലേട്ടൻ്റെയും അതിൽ അഡ്മിൻ അശോകേട്ടൻ്റെയൊക്കെ കീഴിൽ ഒരു വാട്സപ്പ് മെസ്സേജ് പോയാൽ ഈ പറഞ്ഞ എല്ലാ പഞ്ചായത്തിലും ഈ ചക്കക്കൂട്ടം മെമ്പേഴ്സിൻ്റെ കയ്യിലും അവരുടെ ഗ്രൂപ്പിലും കിട്ടും. അപ്പോൾ ഏതാണ്ട് 4 ലക്ഷം പേരോളം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. രാവിലെ തന്നെ സൂപ്പർ, അടിപൊളി, ഒരു എനർജിക്ക് ഉണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്. ഈ ചക്ക നമ്മൾ കൊണ്ടുവന്നത് തമിഴ്നാട്ടില് പുതുക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലുണ്ട്. കേരളത്തിൽ ചക്കയ്ക്ക് നല്ല ഗുണമുള്ള ചക്കകളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഗ്രാമമാണ്, വലിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എല്ലാ ചക്കയും വരിക്കുക തന്നെയാണ്, ഒറ്റ ഇനമാണ്. നമ്മുടെ ഇവിടെ ഉള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ചക്ക എടുത്താൽ 10 ഇനമായിരിക്കും, 10 രുചിയുമായിരിക്കും. ഇത് ഓൾമോസ്റ്റ് ചക്ക എല്ലാം ഒരേ തിക്നെസ് ഉണ്ടാവും. വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങളിൽ മാത്രമേ ചുളക്ക് വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടുത്തെ ചക്കയ്ക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ചക്ക എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വരിക്കച്ചക്കയിൽ ഇവിടുത്തെ പൻരുട്ടിയാണ് ചക്ക ഗ്രാമം. പക്ഷേ എങ്കിലും ഈ പുതുക്കോട്ടയിലെ ചക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മുടെ ഈ തേൻ വരിക്ക ഉണ്ടല്ലോ, അത് കിട്ടാറില്ലേ? ഏകദേശം ഇതിന് തേൻവരിക്കയുടെ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. തേൻവരിക്ക നമ്മുടെ ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ ഓരോ ചക്കയ്ക്ക് ഓരോ പേരിട്ടേക്കുന്നത്, മധുരമുള്ളതിന് അങ്ങനെ ഓരോ പേരിട്ടേക്കുന്നതാണ്. പക്ഷേ ഇത് അവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇനം ചക്ക, അവർക്ക് വേറെ ചക്കക്ക് വേറെ ഇനം പേരുകളൊന്നുമില്ല, നിറയെ പ്ലാവുകളാണ്. ഞങ്ങൾ പോയ ഒരു പാവപ്പെട്ട കർഷകൻ്റെ അടുത്താണ്. പുള്ളിക്ക് ഒരു 2000 ഏക്കർ ഫാമാണ് ചക്കയുടെ ഉള്ളത്. അവിടെ ചക്ക അവർ പ്ലാവ് നട്ടേക്കുന്നത്, ഒരു പ്ലാവ് നടും, തൊട്ടിപ്പുറത്ത് ഒരു തെങ്ങ് നടും. അപ്പോൾ പ്ലാവ് പടർന്നും വരും, തെങ്ങ് പൊങ്ങിയും പോകും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ പ്ലാവങ്ങൾ പൊങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റം അല്ല അവിടെയുള്ളത്, ഇപ്പോൾ പടർന്ന് പന്തലിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് ഒരു പ്ലാവിൽ നിന്ന് ചക്ക ഇടാമെന്നാണ്. പക്ഷേ അവിടെ അത് പ്രശ്നമല്ല, കാരണം പടർന്ന് നിൽക്കുന്ന കാരണം അവർക്ക് ഈസി ആയിട്ട് ഇടാം. അപ്പോൾ നല്ല ചക്കകൾ അവർ തരുന്നു. ഈ മാസം കൂടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ചക്ക മുറിക്കുന്ന ചേച്ചിയുണ്ട്, രാവിലെ മുതലേ തുടങ്ങിയാണ്. ഈ ചേച്ചിയാണ് ഇവിടുത്തെ സ്റ്റേഡിയത്തിന്റെ മൊത്തം അഡ്മിൻ, കൈകാര്യം അല്ലെ നടക്കുന്ന ആളുകളുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ചെടുത്തിയല്ലേട്ടാ. ഇവിടെ എല്ലാ പ്രോഗ്രാംസും ഞങ്ങളിവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചക്ക ഡേയെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ നോളജ് ഇല്ല. ഞങ്ങളുടെ മെയിൻ വിപിൻ ചേട്ടനാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തന്നത്. ബേക്കറിയിൽ ചക്കയുടെ ഉണ്ടെന്ന് തോന്നുന്നു.
സൂപ്പർ ചക്കയുടെ ഉണ്ട്. ചക്കയുടെയും അവിടെ ഇല്ലാത്ത എല്ലാം എല്ലാം ഉണ്ട്. ഞാൻ പോയിട്ട് മാമ്പഴം മേടിച്ചു ചേട്ടാ. മാമ്പഴം അടിപൊളി മാമ്പഴമായിരുന്നു കേട്ടോ ബേക്കറിയിൽ. മാമ്പഴം നമ്മൾ മറ്റേ മല്ലിക മാമ്പഴമാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. അത് ആന്ധ്ര ബേസ്ഡ് മല്ലികയാണ്. അതുകൊണ്ടിട്ട് അവിടുത്തെ മാങ്ങയ്ക്കും പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളായ ഉണ്ടാകുന്ന ഫ്രൂട്ടിന് മധുരം കൂടുന്നതാണ് പറയുന്നത്. ഇതേപോലെ ചക്കയും പറഞ്ഞത് ഈ പറഞ്ഞ പൻരുട്ടി അല്ലെങ്കിൽ ഈ പുതുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വെള്ളം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ടിനും മധുരം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഈ ചക്ക സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ചേച്ചി എങ്ങനെയുണ്ട്? രാവിലെ മുതൽ ഉണ്ടായിരുന്നു? പിന്നെ നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെയും പോവില്ല, ചക്കയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ചക്ക കേരളീയന് ചക്ക എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു വികാരമാണ്. അപ്പോൾ ചക്കയുടെ സവിശേഷതകൾ ഇവിടെ പറഞ്ഞല്ലോ. ചക്ക നമുക്ക് ധാരാളം പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ചക്ക കിട്ടിയാൽ കളയരുത്, കഴിക്കണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ തരുന്ന സന്ദേശം. ഒരുപാട് പേര് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക നമുക്ക് ഇവിടെ കിട്ടുന്ന ചക്ക ഇപ്പോൾ ഭയങ്കര വെള്ളം കയറിയ ചക്കയാണല്ലോ. ഇത് പക്ഷെ അങ്ങനത്തെ അല്ല, നല്ല ചക്കയാണ്, നല്ല മധുരമുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും കഴിച്ചിട്ട് പോയി, കുറച്ച് പേര് കൊണ്ടുപോയി. കുരു പിറക്കുന്നുണ്ട് ഒരു ചേട്ടൻ. കുരു കൊണ്ടുപോകണം. കുരു ഏറ്റവും ബെസ്റ്റ് സാധനം, അടിപൊളി. കുരു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? കുരു കൊണ്ടുപോയിട്ട് ഒലത്തി സാധാരണ കറി വെക്കണ പോലെ വെക്കും, തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കും. അടിപൊളി സാധനം. ചക്കപ്പഴം കഴിച്ചോ? ചക്കപ്പഴം കഴിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അടിപൊളിയായിരുന്നു. ഈ ചക്ക കുരു എന്ന് പറഞ്ഞാൽ ക്രോസ് കട്ട് ചെയ്യുക, അടി ഉള്ളിയും മുടങ്ങി ഇടിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കും. അത്ര ഒരു സാധനം ഒരു ഫുഡും വരില്ല. ഈ ചക്ക നമുക്ക് ഈ പഴംപൊരി പോലെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? അത് പറ്റും. ചക്ക അത് എന്തും ചെയ്യാം. ചക്ക ചേട്ടാ ഇവിടെ ഭയങ്കര അധ്വാനത്തിലാണ്. എങ്ങനെയുണ്ട്? രാവിലെ തുടങ്ങിയ അധ്വാനത്തിലാണ് ഇതെല്ലാം മുറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കഴിക്കട്ടെ. കാലത്ത് തുടങ്ങിയ ഇതിൻ്റെ എല്ലാവരും സന്തോഷം. എല്ലാവരും കൂടുക, കഴിക്കുക. ചക്ക ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, പച്ചച്ചക്കയാണ് ഏറ്റവും നല്ലത്. വേവിച്ച് കഴിക്കും. അത് വേവിച്ച് കഴിക്കുന്ന ഷുഗറുള്ളവർക്ക് ഇത് ഒരു പ്രശ്നമാണ്, എന്നാലും ഇടയ്ക്ക് കഴിക്കാം. എന്തായാലും വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ചക്കക്കൂട്ടം ഗ്രൂപ്പ് അന്താരാഷ്ട്ര ചക്ക ദിനം ഈ ജൂലൈ 4 ആഘോഷിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ദൃശ്യങ്ങൾ. എല്ലാവരും വലിയ ആവേശത്തോടു കൂടി തന്നെ വന്ന് ചക്കയൊക്കെ വാങ്ങി കഴിച്ച് പോകുന്നുണ്ട്. ചക്ക കഴിക്കാൻ പറ്റാത്തവർ 9 മണിക്കുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചക്ക ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് അവർ ആഘോഷിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.